ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫ്രോക്കാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഒരു കോട്ടൺ ഫ്രോക്കാണ്. അത് മാത്രമല്ല നമ്മുടെ അംബ്രലാസ് ടൈപ്പിൽ വന്നിട്ട് ഫുൾ സർക്കിൾ അംബ്രല ഫ്രോക്കാണ് ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റിയാണ്. പ്യൂർ കോട്ടൺ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു നൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഈ ഒരു നൈറ്റി ഫുള്ള് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യമില്ല, പകുതി പാർട്ട് മതിയാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിനെ ഒന്ന് പകുതി കട്ട് ചെയ്ത് മാറ്റുകയാണ്. പകുതി കട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉണ്ടാവുമല്ലോ ഒരു നൈറ്റിക്ക്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഫ്രോക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് പോർഷനാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ സിപ്പ് വരുന്ന പോർഷൻ്റെ താഴെ വെച്ച് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു മീറ്ററോളം ആണ്, ഒരു 1.25 മീറ്ററോളം ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പീസിൻ്റെ ഒരു വിഡ്ത്തും ലെങ്ത്തും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കേണ്ടത് നമ്മുടെ താഴത്തെ ഫ്രോക്കിൻ്റെ താഴത്തെ അംബ്രലാസ് പോർഷൻ മാത്രമാണ്, അതായത് സ്കേർട്ട് പാർട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനെ ഒന്ന് കോർണർ ടു കോർണർ മടക്കി വയ്ക്കാം. ലെങ്ത്ത് കൂടിയ ഭാഗത്തുള്ള ഒരു കോർണറിനെ ഞാനിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു കോർണർ നമുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി ഞാൻ ബാക്കി കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ലെവലല്ല കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 24 ഇഞ്ചസാണ്. അതിൽ 7 ഇഞ്ചസോളം നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വേണ്ടത് അംബ്രലാസ് പോർഷന് 17 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാനിനി ഈ ഒരു കോർണറിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. അതേ കോർണർ പോയിന്റിൽ നമുക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി താഴത്തേക്ക് മാർക്ക് ചെയ്ത് 7 ഇഞ്ച് വെച്ചിട്ടുള്ളൊരു കർവ് ഫോം ചെയ്യാം. നമുക്ക് വേസ്റ്റ് പോർഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഭാഗം മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കോർണർ പോയിന്റ് തൊട്ട് 24 വരെയാണ് നമുക്ക് വേണ്ട ലെങ്ത്. പക്ഷേ നമുക്ക് ബോട്ടം ഫോൾഡ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ സീം എലവൻസിന് വേണ്ടിയിട്ടും കുറച്ച് കൂടി എക്സ്ട്രാ ഇടണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എക്സ്ട്രാ ഇടുന്നത്. അപ്പോൾ നമുക്ക് 24 എന്നുള്ളത് 27 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേ പോയിന്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 27 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് ആ ഒരു കർവ് ഫോം ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മുടെ അംബ്രലാസ് കട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന മെത്തേഡിൽ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ബാക്ക് പോർഷനിൽ നിന്നും ഇതുപോലെ തന്നെ സെയിം ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഒരു പാർട്ട് കൂടി കട്ട് ചെയ്തെടുക്കാം. 2 സ്കേർട്ട് പാർട്ടും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ 2 പീസും കട്ട് ചെയ്യാൻ എടുത്തതിൻ്റെ ബാക്കി പീസിൽ നിന്നുമാണ് യോക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അംബ്രല പോർഷൻ കട്ട് ചെയ്ത ശേഷം ബാക്കി വന്ന മെറ്റീരിയലിൽ നിന്ന് ഞാൻ 2 പോർഷനും കട്ട് ചെയ്ത് ബാക്കി വന്ന ആ പോർഷനിൽ നിന്ന് 12 ഇഞ്ചസ് വിഡ്ത്തും 8 ഇഞ്ച് ലെങ്ത്തും വരുന്ന 2 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 7 ഇഞ്ചായിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ സീം എലവൻസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 8 ഇഞ്ച് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി മെഷർമെൻ്റ് എടുക്കാം. ഫസ്റ്റ് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. നെക്ക് ഞാനിവിടെ ഒരു 2.5 മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്കാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും 2.5 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കിത് കർവ് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് കർവ് വരച്ചിരിക്കുന്നത്. അല്ലാതെ റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ച ശേഷം എങ്ങനെയാണ് കർവ് വരയ്ക്കുന്നതെന്ന് മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഞാൻ 3.5 ഇഞ്ചസാണ് കൊടുക്കുന്നത്. സെയിം സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞാൻ കർവ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വന്നിട്ട് 2 ഇഞ്ചസാണ് ഞാനിവിടെ എടുക്കുന്നത്. പക്ഷെ നമുക്ക് സീം എലവൻസിന് വേണ്ടിയിട്ട് 2.5 ഇട്ട് കൊടുക്കാം.
ആം ഹോളിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3 ഇഞ്ചസാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഞാൻ ആ 3 ഇഞ്ചസിലേക്ക് തന്നെ കർവ് ഒന്ന് ഫോം ചെയ്യുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് കർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ സൈഡ് ഷേപ്പ് ചെയ്യുന്നില്ല, കാരണം നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഇത്രയും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് യോക്ക് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് യോക്ക് പാർട്ടും നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് ഇടാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓൾറെഡി നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, പ്യൂർ കോട്ടനുമാണ്. അപ്പോൾ പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ലെങ്ത്തായിട്ട് കുറച്ച് ലെങ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്ത് നമ്മുടെ സാധാരണ ബ്ലൗസിനൊക്കെ നെക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു, മറിച്ചെടുക്കുന്നു, അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ആം ഹോൾസും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾസ് കൂടി ഇതുപോലെ തന്നെ പൈപ്പിംഗ് ചെയ്തെടുക്കാം. നെക്കും അതുപോലെ തന്നെ ആം ഹോൾസും എല്ലാം നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് പോർഷൻ ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് അംബ്രലാസ് പോർഷൻ അല്ലെങ്കിൽ സ്കേർട്ട് പോർഷൻ എടുക്കാം. സ്കേർട്ട് പോർഷൻ്റെ 2 പീസും ഞാൻ ഫസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് വേസ്റ്റ് പോർഷൻ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്യുവാണ്. ഒരു സൈഡ് മാത്രമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ ഒട്ടും തന്നെ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് നല്ല ഭാഗത്തിന് മുകളിലായിട്ട് നമ്മുടെ അംബ്രലാസ് പോർഷൻ അല്ലെങ്കിൽ സ്കേർട്ട് പോർഷൻ ഇങ്ങനെ വച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ വന്നിട്ട് നമ്മൾ കർവ് ചെയ്താണ് കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നമ്മുടെ യോക്ക് പോർഷൻ്റെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ യോക്ക് പാർട്ട് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട ശേഷം അടുത്ത സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ചോളം 2 സൈഡും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ സെമി സർക്കുലർ അംബ്രലാസ് ടൈപ്പ് ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് തയ്ക്കാനായിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് നൈറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ദിസ് ഇസ് രമ്യ സൈനിങ് ഓഫ്.